ഹലോ ഓൾ വെൽക്കം ടു സൈവക്സ് ക്ലാസ്സസ്. അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ +2 മാത്സിലെ ഡിഫറൻഷ്യൽ കാൽക്കുലസിന്റെ പോർഷൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ +2 മാത്സിൽ കാൽക്കുലസിന്റെ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്? ടോട്ടൽ 5 ചാപ്റ്റേഴ്സ് ഉണ്ട് കാൽക്കുലസ് പോർഷൻ. അതായത് ചാപ്റ്റർ 5, 6, ചാപ്റ്റർ 5, 6, 7, 8, 9 ഇത്രയാണ് എന്താ കാൽക്കുലസിന്റെ പോർഷൻസ്. ഇതില് 5ഉം 6ഉം എന്താണ്? ഇതിൽ 5ഉം 6ഉം ഡിഫറൻഷ്യൽ കാൽക്കുലസിന്റെ പോർഷൻ ആണ്. ഓക്കെ, 7ഉം 8ഉം എന്താണ്? ഇന്റഗ്രൽ കാൽക്കുലസ് ആണ്. 9th ചാപ്റ്റർ എന്താ? ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അത് രണ്ടും കൂടി മിസ്സായിട്ട് വരുന്ന പോർഷൻ ആണ്. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ചാപ്റ്റർ 5 ആണ്, കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. ദിസ് ഇസ് എസെൻഷ്യലി എ കണ്ടിന്യൂഷൻ ഓഫ് ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് ഓഫ് ക്ലാസ് 11. അപ്പൊ +1ലെ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന ചാപ്റ്റർ ആണ് +2ലെ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. അപ്പൊ നമുക്ക് ഈ ലിമിറ്റ്സിന്റെ പോർഷൻ ഒന്ന് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ തന്നിരിക്കുന്ന ഗ്രാഫ്, യു നോ ഹൗ ടു ഗ്രാഫ് ദി ഫംഗ്ഷൻ ഓഫ് y ഈക്വൽ ടു എക്സ് സ്ക്വയർ അല്ലെ. y ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്നുള്ള പറഞ്ഞ ഫംഗ്ഷന്റെ ഗ്രാഫ് എങ്ങനെ വരക്കാൻ നിങ്ങൾക്ക് അറിയായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് നോക്കാം. ഓക്കെ, റഫ് സ്കെച്ച് ചെയ്യാണ്. ദിസ് ഇസ് ദി എക്സ് ആക്സിസ്, ദിസ് ഇസ് ദി എക്സ് ആക്സിസ്, ദിസ് ഇസ് ദി നെഗറ്റീവ് എക്സ് ആക്സിസ്, പോസിറ്റീവ് വൈ ആക്സിസ്, ദിസ് ഇസ് ദി നെഗറ്റീവ് വൈ ആക്സിസ്. അപ്പോൾ y ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ് നമ്മൾ വരക്കുന്നത്. നമുക്ക് ഇങ്ങനെ ഒരു ടേബിൾ മെത്തേഡ് ഒക്കെ അറിയില്ല, നിങ്ങൾ +1 പഠിച്ചത് റിലേഷൻ ഫംഗ്ഷനിൽ. യു ക്യാൻ ടേക്ക് എക്സ് ആൻഡ് വൈ, പുട്ട് എക്സിന് 0 കൊടുത്താൽ y എന്ത് കിട്ടും? 0. 1 കൊടുത്താൽ എന്ത് കിട്ടും? 1 തന്നെ. 2 കൊടുത്താൽ 4 കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എന്തുണ്ട്? 0 ഉണ്ട്, 1, 2, 3 അല്ലടാ, ഇവിടെ എന്തുണ്ട്? -1, -2, -3. ഇവിടെ എന്തുണ്ട്? 1, 2, 3, 4 അങ്ങനെ പോകും. അപ്പൊ നമ്മുടെ പോയിന്റ്സ് ഏതൊക്കെ? 0, 0 വരും, പിന്നെ 1, 1 വരും. -1 കൊടുത്താലോ? -1 കൊടുത്താൽ 1 ആയിട്ട് അല്ലെ, -1 സ്ക്വയർ 1 അല്ലേ, അപ്പൊ അത് ഇവിടെ വരും. -1 സ്ക്വയർ 4 ആയിരിക്കും. അപ്പൊ അത് മേലോട്ട് പോകും. അപ്പൊ നമ്മളിത് വരക്കുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഷേപ്പ് കിട്ടാം. ഇങ്ങനത്തെ ഒരു ഷേപ്പ് കിട്ടാം. നമ്മൾ ചെറുതാക്കി വരക്കാം. ഓക്കെ, നമുക്ക് ഇങ്ങനത്തെ ഒരു ഷേപ്പ് കിട്ടാം, ഒരു യു ഷേപ്പ് ആയിട്ടുള്ള ഗ്രാഫ് കിട്ടാം. ഇതെന്താണ്? y ഈക്വൽ ടു എക്സ് സ്ക്വയറിന്റെ ഗ്രാഫ്. നമ്മൾ ലിമിറ്റിന്റെ കോൺസെപ്റ്റ് നോക്കാം. അപ്പൊ നിങ്ങളോട് ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞെന്ന് വിചാരിക്കും. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എഫ് ഓഫ് എക്സ്. ഇതിന്റെ മീനിങ് എന്താ? എക്സ് ഇതല്ലേ, എക്സ് എന്നുള്ള എക്സ് 2ലേക്ക് എടുക്കുമ്പോൾ ഫംഗ്ഷൻ എവിടത്തേക്കാ പോകുന്നതെന്ന് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഇതാണ് എന്താ? എക്സ് ഈക്വൽ ടു 2 എന്നുള്ള പോയിന്റ് അല്ലെ. എക്സ് ഈക്വൽ ടു 2. അപ്പോൾ ഞാനിവിടെ ഒരു ലൈനായിട്ട് എടുക്കുകയാണെങ്കിൽ ഇതാണ് എന്താ? എക്സ് ഈക്വൽ ടു 2. അപ്പോൾ എക്സ് ഈക്വൽ ടു 2ലേക്ക് ടെൻഡ് ചെയ്യുന്ന പറഞ്ഞാൽ രണ്ട് വിധത്തിൽ എക്സ് 2ലേക്ക് അടുക്കാൻ പറ്റും അല്ലെ. ലെഫ്റ്റ് സൈഡിൽ നിന്ന് 2ലേക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റും, റൈറ്റ് സൈഡിൽ നിന്ന് അപ്രോച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ റൈറ്റ് സൈഡിൽ നിന്ന് അപ്രോച്ച് ചെയ്യുന്ന ഒരു പോയിന്റ് എടുക്കുക. അതായത് ഞാനിപ്പോ ആ ലിമിറ്റ് ആണല്ലോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഞാനിവിടെ എക്സും വൈയും തന്നെ എടുക്കുകയാണ്, എക്സും വൈയും. ഇപ്പോൾ 2ലേക്ക് ലെഫ്റ്റ് നിന്ന് അപ്രോച്ച് ചെയ്യുന്ന പോയിന്റ് എടുക്കുന്നത് 1.99. ഓക്കെ, അപ്പോൾ അതിന്റെ സ്ക്വയർ ആയിരിക്കുമല്ലോ വൈ. ഇപ്പൊ 1.999ന്റെ സ്ക്വയർ എന്തായിരിക്കും? 1.99ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ അപ്രോക്സിമേറ്റ് ഇപ്പൊ 3.99 ആ ഒരു രീതിയിലേക്ക് എത്തുക. ഇനി 2.001 അത് റൈറ്റ് സൈഡിൽ നിന്ന് അപ്രോച്ച് ചെയ്യുന്ന പോയിന്റ് അല്ല. അപ്പൊ സ്ക്വയർ എടുക്കുമ്പോൾ എന്താവും? 4.001 ആ ഒരു വാല്യൂയിലേക്ക് എത്തുക. അപ്പൊ നമ്മൾ എന്ത് പറയും? ഈ രണ്ട് വാല്യൂ ഏതിലേക്ക് അറ്റൻഡ് ചെയ്യുന്നത്? 4 എന്നുള്ള നമ്പറിലേക്ക് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്ത് പറയും? ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എഫ് ഓഫ് എക്സ് 4 ആണെന്ന് നമ്മൾ പറയും. ഓക്കെ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എഫ് ഓഫ് എക്സ് എന്താണെന്ന് പറയും? 4 ആണെന്ന് പറയും. അപ്പൊ ഇത് നിങ്ങൾക്ക് രണ്ട് രീതി കാൽക്കുലേറ്റ് ചെയ്യാം. ഇത് ഗ്രാഫിക്കൽ മെത്തേഡ് ആണ്. നിങ്ങൾക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ വഴി കണ്ടുപിടിക്കാം. ഓക്കെ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 2, ഇവിടെ എഫ് ഓഫ് എക്സ് എന്താ? എക്സ് സ്ക്വയർ അല്ലേ, ഓഫ് എക്സ് എക്സ് സ്ക്വയർ ആണ്. അപ്പോ എക്സിന് ഇവിടെ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പൊ എന്ത്? 2 സ്ക്വയർ ഈക്വൽ ടു 4. ഇതെന്താ? ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനിലൂടെ ലിമിറ്റ് കണ്ടുപിടിക്കാൻ പറ്റുന്ന കേസാണ്. പക്ഷെ ലിമിറ്റ്സ് എസെൻഷ്യലി യൂസ് ചെയ്യുന്ന എന്തിനാണ്? എക്സാക്ട് വാല്യൂ ഇല്ലാത്ത കേസിൽ എക്സ്പെക്ടഡ് വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ എന്തിന്റെ എക്സാക്ട് വാല്യൂ ഉണ്ട്, 2 കൊടുത്താൽ തന്നെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ തന്നെ വാല്യൂ കിട്ടുന്നുണ്ടല്ലോ. ഇപ്പൊ വേറെ ഫംഗ്ഷൻ എടുക്കുക, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് ബൈ എക്സ് എടുക്കുക. ഓക്കെ, സൈൻ എക്സ് ബൈ എക്സ്. അപ്പൊ നിങ്ങളോട് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് എക്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞു വിചാരിക്കുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് എക്സ് എന്താണ് ഇവിടെ? സൈൻ എക്സ് ബൈ എക്സ് ആണ് അല്ലെ, സൈൻ എക്സ് ബൈ എക്സ്. നിങ്ങൾ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ലിമിറ്റ്സ് ഇവാലുവേറ്റ് ചെയ്യാൻ ആദ്യം മെത്തേഡ് എന്താ? ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പൊ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? സൈൻ 0 ഡിവൈഡഡ് ബൈ 0. സൈൻ 0 എന്താ? 0 ഡിവൈഡഡ് ബൈ 0. ഇതെന്താ? ഇൻഡിറ്റർമിനേറ്റ് ഫോം എന്ന് പറയാം. അപ്പൊ നമ്മൾ എന്താ പറയുക? ലിമിറ്റ് എക്സസ് ചെയ്യുന്നുണ്ടോ? ലിമിറ്റ് എക്സസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇൻഡിറ്റർമിനേറ്റ് ഫോം എന്ന് പറയാം, ഇൻഡിറ്റർമിനേറ്റ് ഫോം. അപ്പോൾ ഈ കേസിൽ എങ്ങനെ നമ്മൾ ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്യും? ഇങ്ങനത്തെ കേസിലാണ് ആക്ച്വലി നമ്മൾ ലിമിറ്റ്സ് യൂസ് ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ നേരത്തെ എടുത്തതുപോലെ ഇപ്പൊ 0 ആണല്ലോ പോയിന്റ്,
ഇപ്പൊ സീറോന്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് അപ്രോച്ച് ചെയ്യുന്ന രീതിയിൽ എടുക്കുക. അതായത് ഇപ്പോ റൈറ്റ് സൈഡിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്ക് 0.01 അങ്ങനെ എടുക്കാം അല്ലെ. ലെഫ്റ്റ് സൈഡിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ മൈനസ് എടുക്കാം, -0.01 അങ്ങനെ എടുക്കാം. അപ്പൊ എന്ത് കിട്ടും? ഈ വാല്യൂ ഏതിലേക്കാണ് ടെൻഡ് ചെയ്യുന്നത് നമ്മൾ നോക്കുക. അപ്പൊ നമുക്ക് കിട്ടുക ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 sin x by x ആക്ച്വലി 1 ആണെന്നായിട്ട് നിങ്ങൾ +1 പഠിക്കുന്ന റിസൾട്ട് ആണ്. ഇതൊരു സ്റ്റാൻഡേർഡ് റിസൾട്ടാണ്. അതിന്റെ പ്രൂഫ് ഒക്കെ നിങ്ങൾ +1 പഠിക്കുന്നുണ്ട്. ആക്ച്വലി യൂണിറ്റ് സർക്കിൾ ഒക്കെ എടുത്തിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ലിമിറ്റ് എക്സ് ടെൻസ് 0 sin x by x എന്താണ് 1. അപ്പോൾ ലിമിറ്റ്സ് എസെൻഷ്യലി യൂസ് ചെയ്യുന്നത് എന്താണ്? എക്സാക്ട് വാല്യൂ ഇല്ലാത്ത കേസിൽ ഒരു ഫംഗ്ഷൻ എക്സ്പെക്ടഡ് വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലിമിറ്റ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് എന്ത് y ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷന്റെ ഗ്രാഫ്. അതിപ്പോ എങ്ങനെ ഗ്രാഫ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലെ. നമ്മൾ എക്സും വൈയും പോയിന്റ്സ് എടുക്കും. അപ്പോൾ എക്സ് വൈ എടുക്കുക. 0 കൊടുത്താൽ y എന്തായിരിക്കും? 0 തന്നെ. എക്സ് തന്നെയാണ് വൈയും. ഓക്കെ, അപ്പോൾ 1 കൊടുത്താൽ 1 തന്നെ ഇട്ടും, 2 കൊടുത്താൽ 2 തന്നെ ഇട്ടും, -1 കൊടുത്താൽ -1 തന്നെ ഇട്ടും. അപ്പൊ നമ്മൾ ഇങ്ങനെ വരക്കുമ്പോൾ 45 ഡിഗ്രി ഇൻക്ലിനേഷൻ എക്സ് ആക്സിസുമായിട്ട് ഉള്ളൊരു ലൈനാണ് നമുക്ക് കിട്ടുക. ഇതാണ് എന്ത് y ഈക്വൽ ടു എക്സ്. ഇനി നിങ്ങൾക്ക് ഷിഫ്റ്റിങ്ങിന്റെ കുറച്ച് ഐഡിയാസ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ എന്താണ് y ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞ സ്ട്രേറ്റ് ലൈനെ കുറിച്ചാണല്ലോ നമ്മൾ പറഞ്ഞത്. ഓക്കെ, y ഈക്വൽ ടു എക്സ്. y ഈക്വൽ ടു എക്സ് എങ്ങനെയുള്ള ലൈനാണ്? ഇതാണ് എന്ത് y ഈക്വൽ ടു എക്സ്. ഓക്കെ, റഫ് സ്കെച്ച് ചെയ്യുമ്പോൾ ഇനി y ഈക്വൽ ടു എക്സ് പ്ലസ് 1 എങ്ങനെ വരുന്നത് നോക്കാം. y ഈക്വൽ ടു എക്സ് പ്ലസ് 1 ആക്ച്വലി എന്താ സംഭവിക്കുന്നത്? ഒരു യൂണിറ്റ് ബാക്കൗട്ട് ആവുക ചെയ്യാം. അതിപ്പോൾ എങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം. ആക്ച്വലി നിങ്ങൾ എക്സും വൈയും എടുത്തിട്ടാണല്ലോ ഇത് ആക്ച്വലി പ്ലോട്ട് ചെയ്യുന്നത്. എക്സും എടുക്കുക, വൈയും എടുക്കുക അല്ലെ. എക്സും വൈയും. എക്സിന് 0 കൊടുത്താൽ y എന്ത് കിട്ടും? 1 കിട്ടും. വൈക്ക് 0 കൊടുത്താൽ എക്സ് എന്ത് കിട്ടും? -1 കിട്ടും. അപ്പോൾ പോയിന്റ്സ് ഏതൊക്കെയാണ്? 0,1ഉം -1,0യും. അപ്പോൾ എങ്ങനെ വരിക? -1,0 ഇവിടെ വരും, 0,1 ഇവിടെ വരും. അപ്പൊ ആക്ച്വലി ഇങ്ങനല്ലേ വരിക. അപ്പോൾ ഇവിടെ നിന്ന് എന്താ സംഭവിച്ചത്? ഈ സെയിം ലൈൻ തന്നെ എന്ത് ചെയ്തു? ഒരു യൂണിറ്റ് ബാക്കൗട്ട് ആവുക ചെയ്തത്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്തു? ഒരു യൂണിറ്റ് ബാക്കൗട്ട് ആയി, ലെഫ്റ്റ് സൈഡ് എടുക്കാവുക ചെയ്തത്. ഇനി എന്തുണ്ട്? y ഈക്വൽ ടു എക്സ് -1 ആണെങ്കിൽ എന്താ സംഭവിക്കുക? ഒരു യൂണിറ്റ് റൈറ്റിലേക്ക് ആവുക ചെയ്യുക. അപ്പൊ മൈനസ് ചെയ്യുമ്പോൾ റൈറ്റിലേക്കും, പ്ലസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ലെഫ്റ്റിലേക്കും. അങ്ങനെ നിങ്ങൾ പഠിച്ചു വെക്കരുത്. എക്സ് സ്ക്വയർ ഒക്കെ വരുന്ന കേസിൽ അപ്വേർഡും ഡൗൺവേർഡ്സ് ഒക്കെ വരും. അത് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ആക്ച്വലി നിങ്ങൾ ഇങ്ങനെ പോയിന്റ്സ് എടുത്ത് പ്ലോട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. എക്സും വൈയും. അപ്പൊ എക്സിന് നമ്മൾ എന്ത് കൊടുത്തു? 0 കൊടുത്തു. അപ്പോൾ y എന്താ കിട്ടുക? y -1 അല്ലെ. ഇനി വൈക്ക് 0 കൊടുത്താലോ? എക്സ് 1 കിട്ടും. അപ്പൊ ഏതൊക്കെയാണ് നമ്മുടെ പോയിന്റ്സ്? നമ്മുടെ പോയിന്റ്സ് 0, -1. അപ്പൊ അത് ഇവിടെ വരും അല്ലെ. 1,0 ഇവിടെ വരും. അപ്പൊ ആക്ച്വലി നമ്മുടെ ലൈൻ ഇങ്ങനെ വരും. ഇപ്പൊ എന്ത് സംഭവിച്ചു? ഒരു യൂണിറ്റ് റൈറ്റിലേക്കായി. ഇതാണ് എസെൻഷ്യലി ഗ്രാഫിന്റെ ഓരോ കോൺസെപ്റ്റുകളാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ കോൺസെപ്റ്റ് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കും. ഇതേപോലെ മോഡക്സിനൊക്കെ ഉണ്ട് കോൺസെപ്റ്റ്, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇവിടെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ് നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞെന്ന് വിചാരിക്കും. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ്. അപ്പോൾ നിങ്ങൾ പറയും എന്ത്? ലിമിറ്റ് എക്സ് ടെൻസ് ടു 1. ഇവിടെ എഫ് ഓഫ് എക്സ് എന്താണ്? എക്സ് ആണ്. ജസ്റ്റ് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 1 എന്ന് കിട്ടും. അപ്പോൾ എസെൻഷ്യലി അതിന്റെ കോൺസെപ്റ്റ് എന്താ? ഇതാണ് എന്ത്? എക്സ് ഈക്വൽ ടു 1 എന്നുള്ള പോയിന്റ്. ഈ 1 എന്നുള്ള പോയിന്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? ലെഫ്റ്റ് സൈഡിൽ നിന്ന് അപ്രോച്ച് ചെയ്യാം, റൈറ്റ് സൈഡിൽ നിന്ന് അപ്രോച്ച് ചെയ്യാം. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ ഒരു പോയിന്റ്സ് എന്തായിരിക്കും? 0.999 വരും അല്ലെ. റൈറ്റ് സൈഡിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ വരും 1.001 അങ്ങനെ വരും. അപ്പൊ ഇവിടെ ഫംഗ്ഷന്റെ വാല്യൂ എന്തായിരിക്കും? ഈ കേസിൽ എഫ് എക്സ് എന്തായിരിക്കും? 0.99 തന്നെ. 1.001 1.001 ആണ്. അപ്പൊ ഇത് ഏത് വാല്യൂയിലേക്കാണ് ടെൻഡ് ചെയ്യുന്നത്? 1 എന്നുള്ള വാല്യൂയിലേക്കാണ് ടെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എന്ന് പറയുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ് 1 ആണെന്ന് പറയുന്നത്. അപ്പൊ ഈ കോൺസെപ്റ്റ് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി y ഈക്വൽ ടു മോഡ് എക്സ്. ഈ ഫംഗ്ഷന്റെ ഗ്രാഫ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അല്ലെ. മോഡ് എക്സിനെ നമ്മൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? മോഡ് എക്സ് ഈക്വൽ ടു എക്സ് ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 മൈനസ് എക്സ് ഇഫ് എക്സ് ലെസ് ദാൻ 0 അല്ലെ. അപ്പൊ നമ്മളിങ്ങനെ ഒരു വി ഷേപ്പ് കർവാണ് വരിക. നിങ്ങൾക്ക് അറിയായിരിക്കും വി ഷേപ്പ് കർവ്. ഇനി മോഡ് എക്സ് പ്ലസ് 1ന്റെ ഗ്രാഫ് ഉണ്ടാവും. അതേപോലെ മോഡ് എക്സ് മോഡ് ഓഫ് എക്സ് പ്ലസ് 1. ഇത് രണ്ടും ഡിഫറെന്റ് ആണ്. മോഡ് എക്സ് പ്ലസ് 1ഉം മോഡ് ഓഫ് എക്സ് പ്ലസ് 1. ഈ മോഡ് എക്സിന്റെ പുറത്താണ് നമ്മൾ കോൺസ്റ്റന്റ് ആഡ് ചെയ്യുന്നതെങ്കിൽ എന്താ സംഭവിക്കുക? y ആക്സിസിലെ ഷിഫ്റ്റിംഗ് എടുക്കുക. ഓക്കെ, ഇനി മോഡിന്റെ അകത്ത് തന്നെയാണ് നമ്മൾ കോൺസ്റ്റന്റ് ആഡ് ചെയ്യുന്നത്. ഇവിടെ മോഡ് എക്സിന്റെ അകത്താണല്ലോ കോൺസ്റ്റന്റ് ആഡ് ചെയ്തത് +1. അപ്പൊ എന്ത് സംഭവിക്കും? ലെഫ്റ്റും റൈറ്റിലും ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ മോഡ് എക്സ് +1 എന്ന് പറയുമ്പോൾ ഒരു യൂണിറ്റ് മേലോട്ടേക്ക് വരും. അപ്പൊ ഇതാണ് 0,1ലൂടെ ഇങ്ങനെ പോകുന്നതായിരിക്കും മോഡ് എക്സ് +1. ഇനി മോഡ് എക്സ് +2 ആണെങ്കിലോ? നിങ്ങളോട് മോഡ് എക്സ് +2ന്റെ ഗ്രാഫ് വരക്കാൻ പറഞ്ഞു. അപ്പൊ അതെങ്ങനെ വരിക? 2 യൂണിറ്റ് മേലോട്ടാക്കിയിട്ട് നിങ്ങൾ വരക്കേണ്ടി വരും. ഇനി മോഡ് എക്സ് -1 ആണെങ്കിലോ? അത് ഇങ്ങനെയായിരിക്കും വരക്കേണ്ടത്. ഓക്കെ, ഇതെന്താണ്? മോഡ് എക്സ് -1. ഇനി മോഡ് ഓഫ് എക്സ് +1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു യൂണിറ്റ് ബാക്കൗട്ട് ആക്കുക ചെയ്യുക. അതായത് നിങ്ങൾ ഈ ഉള്ളിലത്തെ ലീനിയർ ഇതുണ്ടല്ലോ, ലീനിയർ ഇക്വേഷൻ, അതിന് നമുക്ക്
സീറോക്ക് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ എക്സ് പ്ലസ് വൺ ഈക്വൽ ടു സീറോ, എക്സ് ഈക്വൽ ടു മൈനസ് വൺ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, എക്സ് ആക്സിസിൽ ടച്ച് ചെയ്യുന്ന പോയിന്റ് അപ്പോൾ കിട്ടിയത്. അപ്പോൾ -1,0 ഈ ലൈനിൽ ഒരു പോയിന്റ് ആണ്. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിച്ചു, ആക്ച്വലി ഇവിടെ -1 ഇതാണ്. അപ്പോൾ ഈ -1 പോകുന്നത് ഇതായിരിക്കും എന്ത്, മോഡ് ഓഫ് എക്സ് പ്ലസ് വണ്ണിന്റെ ഗ്രാഫ്. ഇനി മോഡ് ഓഫ് എക്സ് മൈനസ് വൺ ആണെങ്കിലോ ഒരു യൂണിറ്റ് റൈറ്റിലേക്ക് കർവ് ചെയ്യാം. ഓക്കെ, മോഡ് ഓഫ് എക്സ് മൈനസ് വൺ എന്ന് പറഞ്ഞതാ ഇങ്ങനെ പോകുന്ന ഗ്രാഫ് ആയിരിക്കും. ഇതേതാ പോയിന്റ് 1,0. ഇപ്പൊ ഈ കോൺസെപ്റ്റ് ഒക്കെ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുകയാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഗ്രാഫിക്കൽ ഐഡിയ നിങ്ങൾക്ക് കിട്ടിയാൽ കാര്യങ്ങൾ വളരെ എളുപ്പമാവും. ഇനി ഓൾജിബ്ര ഓഫ് ലിമിറ്റ്സ് നിങ്ങൾക്ക് അറിയായിരിക്കും, നിങ്ങൾ +1 ടോപ്പിക് ആണിത്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് പ്ലസ് യു ഓഫ് എക്സ്. സം ഫോമിൽ വന്ന ലിമിറ്റ് ഓരോന്നിനും സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇനി പ്രോഡക്റ്റ് ആയിട്ട് വന്നാലും സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും, ഡിവൈഡ് ചെയ്ത് വരികയാണെങ്കിൽ ലിമിറ്റ്സ് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇത് നിങ്ങളെ മനസ്സിലുണ്ടായിരിക്കട്ടെ. ഓക്കെ, ഇനി കോൺസ്റ്റന്റ് വരികയാണെങ്കിൽ കോൺസ്റ്റന്റിനെ പുറത്തെടുക്കാൻ പറ്റും. അതേപോലെ കോൺസ്റ്റന്റിന്റെ ലിമിറ്റ് കോൺസ്റ്റന്റ് തന്നെയാണ്. ഇനി നമുക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ഉപയോഗിച്ചിട്ടുള്ള ചില പ്രോബ്ലംസ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1, ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എന്താണ്, എക്സ് ക്യൂബ് മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 1. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ആ ലിമിറ്റ്സ് വാല്യൂറ്റ് ചെയ്യാനുള്ള ആദ്യത്തെ മെത്തേഡ് എന്താ, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യും. 1 ഇവിടെ കൊടുത്തോ, അപ്പൊ എന്ത് കിട്ടും, 1 -1 പ്ലസ് 1. അപ്പൊ എന്താണ്, 1 തന്നെ കിട്ടും. പിന്നെ രണ്ടാമത്, ഇത് ഫസ്റ്റ് വൺ ആണ്. സെക്കൻഡ് വൺ എന്താ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 3, ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 1. അപ്പൊ നമുക്കിവിടെ 3 ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം കിട്ടും 3 ഇൻറ്റു 3 പ്ലസ് 1, അല്ലെങ്കിൽ 3 ഇൻറ്റു 4 12 എന്ന് കിട്ടും അല്ലെ. ഇവിടെ വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, -1 ലിമിറ്റ് എക്സ് ടെൻസ് ടു -1. ഇത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു -1 എന്താണ്, 1 പ്ലസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സെട്ര അപ് ടു എക്സ് റേസ് ടു 10. ഇത് എത്ര ടേംസ് ഉണ്ടാവും ടോട്ടലി? ടോട്ടലി എത്ര ടേംസ് ഉണ്ടാവും? ഇത് 11 ടേംസ് ഉണ്ടാവും കേട്ടോ. അപ്പൊ ഇവിടെ -1 കൊടുക്കുമ്പോൾ 1 പ്ലസ് -1 പ്ലസ് പിന്നെ -1 സ്ക്വയർ 1, അങ്ങനെ അപ് ടു എത്ര ടേംസ് ഉണ്ടാവും? ഈ 1 എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു 0 അല്ലേ. അപ്പോൾ 0 to 10 11 ടേംസ് ഉണ്ട്. അപ്പൊ ഈ 1 മാത്രം ബാലൻസ് വരും, ബാക്കിയുള്ളതൊക്കെ ക്യാൻസൽ ആയി പോലെ. അപ്പൊ ഇതിന്റെ ആൻസർ 1 ആയിരിക്കും. ഓക്കെ, ഇതൊക്കെ എന്താ, ലിമിറ്റ്സ് ഇവാലുവേറ്റ് ചെയ്യാനുള്ള ആദ്യത്തെ മെത്തേഡ് എന്തായിരുന്നു, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇനി എന്തുണ്ട്, ഇങ്ങനെ സ്പെഷ്യൽ ഫോർമുലാസ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ യൂസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇത് സബ്സ്റ്റിറ്റ്യൂഷൻ യൂസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഈ +1 റിസൾട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് +1 റിസൾട്ട് ആണ് എന്ത്, ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എക്സ് റൈസ് ടു n മൈനസ് എ റൈസ് ടു n ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എ ഈസ് n ഇൻറ്റു എ റൈസ് ടു n മൈനസ് 1. ഇത് സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ്. ഇവിടെ എങ്ങനെ ഇത് അപ്ലൈ ചെയ്യാൻ നിങ്ങൾ നോക്കൂ. ഓക്കെ, ഇതെങ്ങനെ ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുക, ശ്രദ്ധിച്ചോളെ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സ് പ്ലസ് 1 ദി ഹോൾ റൈസ് ടു 5 മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ്. അപ്പൊ ഇവിടെ 0 എടുത്ത് എന്ത് സംഭവിക്കുക, 1 - 1/1 അല്ലെങ്കിൽ 0/0 ഫോമിലേക്ക് പോവാം. അപ്പൊ എന്ത് ചെയ്യണം, നമ്മൾ ഈ റിസൾട്ട് യൂസ് ചെയ്യണം. അതിനുവേണ്ടി എന്ത് ചെയ്യാം, പുട്ട് എക്സ് പ്ലസ് 1 ഒരു യു എന്ന് വിളിക്കാം അല്ലെ. എക്സ് പ്ലസ് 1 യു എന്ന് വിളിക്കാം. അപ്പൊ എന്ത് ചെയ്യണം, ഇനി നമുക്ക് യുവിന്റെ ടേംസിലേക്ക് മൊത്തം ലിമിറ്റിനെ ചേഞ്ച് ചെയ്യുന്നത്. അപ്പൊ എക്സ് 0ലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ യു എവിടത്തേക്കാ ടെൻഡ് ചെയ്യുന്നത് നോക്കണം. എക്സ് ടെൻസ് ടു 0 യു എവിടത്തേക്കാ പോകുന്നത്, യു എവിടത്തേക്കാ പോകുന്നത് നോക്കണം. അത് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഈ മേലെ തന്നിരിക്കുന്ന ഇക്വേഷൻ ഇല്ലേ, ഇത് നോക്കുക. എക്സ് പ്ലസ് 1 ആണ് യു. അപ്പൊ എക്സ് 0ലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ യു എവിടത്തേക്കാ പോവുക, 0 + 1 അല്ലെങ്കിൽ 1ലേക്കാ പോവുക, യു 1ലേക്ക് പോകും അല്ലെ. അപ്പോൾ ലിമിറ്റ് യു ടെൻസ് ടു 1, ഇനി എക്സ് ഒക്കെ പോയി, ഇനി മൊത്തം യുവിലാണ് അല്ലെ. ലിമിറ്റ് യു ടെൻസ് ടു 1 എക്സ് പ്ലസ് 1 എന്താടാ, യു ടു ദ പവർ 5 മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ് എന്താണ് ഇവിടെ കിട്ടുക, ഇവിടെ നിന്ന് കിട്ടുക എക്സ് ഈക്വൽ ടു യു മൈനസ് 1. ഓക്കെ, ഇനി ഇതും കമ്പയർ ചെയ്യും. ഇതും നോക്ക്, ഈ റിസൾട്ടും നോക്ക്. ഇവിടെ എന്നിന്റെ വാല്യൂ എന്താ, 5 അല്ലേ. എന്നിന്റെ വാല്യൂ 5 ആണ്. അപ്പൊ 5 ഇൻറ്റു എന്റെ വാല്യൂ എന്താ, 1 അല്ലെ. n-1 4 വരും. അപ്പൊ നമ്മുടെ ആൻസർ എന്താ, 5 ആയിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ. ഇനി ഇവിടെ നിങ്ങോട്ടാണ് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉള്ളത്. അതായത് സ്പ്ലിറ്റ് ചെയ്ത് വരുന്ന കേസിൽ എങ്ങനെ ലിമിറ്റ് വാല്യൂറ്റ് ചെയ്യാം, പീസ് വൈസ് ഫംഗ്ഷന്റെ ലിമിറ്റ് എങ്ങനെ വാല്യൂറ്റ് ചെയ്യാം. ഇവിടെ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്താ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് എക്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് എക്സ്. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താ, ഇവിടെ 0ന്റെ ലെഫ്റ്റിലും 0ന്റെ റൈറ്റിലും രണ്ട് ബിഹേവിയർ ആണ് ഫംഗ്ഷൻ. ഇതൊക്കെ നിങ്ങൾ +1 പഠിക്കുന്ന കേട്ടോ, +2 +1 തന്നെ ടോപ്പിക്കാണ്. അപ്പൊ എന്ത് ചെയ്യും, 0 ആണ് ഈ പോയിന്റ്. അപ്പൊ 0ന്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഭാഗത്തിന് നമ്മൾ 0 മൈനസ് വെച്ച് ഡിനോട്ട് ചെയ്യും, 0ന്റെ റൈറ്റ് സൈഡിലുള്ള ഭാഗത്തിന് നമ്മൾ 0 പ്ലസ് വെച്ച് ഡിനോട്ട് ചെയ്യും. ഓക്കെ, ഇത് സ്റ്റാൻഡേർഡ് കൺവെൻഷൻ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈ കേസിൽ കണ്ടുപിടിക്കേണ്ടി വരും അല്ലെ. അപ്പോൾ എന്ത് ചെയ്യാം, ലിമിറ്റ് എക്സ് ടെൻസ് ടു ലെഫ്റ്റ് സൈഡിൽ നിന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, 0 മൈനസ് യൂസ് ചെയ്യും. അപ്പം ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് അല്ലെ. ലിമിറ്റ് എക്സ് ടെൻസ് ടു
ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എഫ് എക്സ്. 0 മൈനസ് എന്ന് പറഞ്ഞാൽ എന്താ? സീറോന്റെ ലെഫ്റ്റ് സൈഡ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു, ഇനി 0 മൈനസ് ഉള്ള ഫംഗ്ഷൻ കൊടുത്താൽ മതി. അപ്പൊ എന്ത് ചെയ്യാം? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0. പിന്നെ ഈ 0 മൈനസ് കൊടുക്കണ്ട. നമ്മൾ എൽ എച്ച് എൽ എന്ന് ഡിനോട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇത്രയും കാര്യം യൂസ് ചെയ്യുന്നത്. ഇത് എൽ എച്ച് എൽ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാട്ടോ. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ആണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0. ലെഫ്റ്റ് പാർട്ടിൽ എന്താ? സീറോന്റെ ലെഫ്റ്റ് പാർട്ടിൽ ഫംഗ്ഷൻ 2x പ്ലസ് 3 അല്ലെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എന്നിട്ടും 2 × 0 പ്ലസ് 3, അപ്പൊ 3 തന്നെ കിട്ടും അല്ലെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? സീറോന്റെ റൈറ്റ് സൈഡ് അതിനെങ്ങനെ ഡിനോട്ട് ചെയ്യാം? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ്. ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് ഫംഗ്ഷൻ എന്താ? സീറോന്റെ റൈറ്റ് സൈഡിൽ ഫംഗ്ഷൻ എന്താ? 3 × x പ്ലസ് 1. 3 × x പ്ലസ് 1. അപ്പൊ ഈ 0 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പൊ എന്ത് കിട്ടും? 3 × 0 പ്ലസ് 1 അല്ലെങ്കിൽ 3. അപ്പൊ നമ്മൾ എൽ എച്ച് എല്ലും ആർ എസ് എല്ലും ഈക്വൽ ആണ്. അപ്പൊ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ലിമിറ്റ് എന്താ? 3. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് ഇവിടെ എന്താ? ദിസ് ഈസ് ഈക്വൽ ടു 3. കാരണം എന്താ? എൽ എച്ച് എല്ലും ആർ എസ് എല്ലും ഈക്വൽ ആയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റിയത്. ഓക്കെ, ഇപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ നമ്മൾ വളരെ ഭംഗിയായിട്ട് എന്ത് ചെയ്യും? ഈ ചാപ്റ്റർ പഠിക്കും. അപ്പോൾ നിങ്ങൾക്ക് നമ്മളൊരു ഡിഫറൻഷ്യൽ കാൽക്കുലസ് മൊത്തം എടുക്കുന്ന ഒരു ബാച്ച് നമ്മൾ തുടങ്ങാനായി. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് താഴെ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.